ഹലോ കൂട്ടുകാരെ, ഇന്ന് നല്ലൊരു ചെടി കാണാം. യെസ്റ്റർഡേ ടുഡേ ടുമാറോ ഫ്ലവേഴ്സ്. നല്ല രസമാണ് കാണാൻ. ഇന്നലെ, ഇന്ന്, നാളെ. ഈ പൂ നോക്കൂ, വഴിയേരിയിൽ നിന്ന് കണ്ടതാണ്. ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട പൂക്കളാണ് വഴിയേരിയിൽ. എത്ര ഭംഗിയാണല്ലേ, നമ്മുടെ കേരളത്തിലുള്ള പൂക്കളല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും പൂക്കൾ തിങ്ങി നിറഞ്ഞു വരുന്നു. ഇല കാണത്തില്ലാത്ത പോലെ പൂക്കൾ ആദ്യമായി കാണുന്നതാണ്. മുല്ലപ്പൂവിനേക്കാൾ മണമാണ് ഇതിന്. നല്ല മണമാണ്. വഴിയെ പോയപ്പോൾ നല്ല മണം വന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ പൂവ് കണ്ടത്. പൂക്കളിൽ കാണുന്ന വ്യത്യാസമാണ് ഇതിന് ഈ പേര് വന്നത്. കണ്ടോ, വെള്ള, അത് കഴിഞ്ഞ് വയലറ്റ്, പിന്നെ നല്ല വയലറ്റ്. എന്താ, നല്ല സ്നോ വൈറ്റ് വെള്ളമുണ്ടോ. ഒരു ചെടിയെ തന്നെ 3 കളർ പൂക്കൾ ഉണ്ടായി. നല്ല രസമല്ലേ കാണാൻ കൂട്ടുകാരെ. കണ്ടോ, ഒരു ശേഖരത്തെ തന്നെ എത്രയോ പൂക്കളാന്ന് നോക്കാം. വെള്ള വയലറ്റ്, ഇളം വയലറ്റ്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മുല്ലപ്പൂവിനേക്കാൾ മണമാകും കൂട്ടുകാരെ. ഇതിൻ്റെ കമ്പ് ഒടിച്ച് നമുക്ക് നട്ട് പിടിപ്പിക്കാം. നല്ല വെയിൽ വേണം. നല്ല വെയിലുണ്ടെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും. ഇത് വഴിയേരിയിൽ നിന്ന് പൂക്കൾ, അങ്ങനെ വളമൊന്നും വേണ്ടെന്നാണ് തോന്നുന്നു. കണ്ടോ, വെയിലത്ത് വഴിയേരിയിൽ നിന്ന പൂക്കളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്താണ്. നല്ല രസമല്ലേ കാണാൻ, നിറയെ പൂക്കൾ. മോളും കൊച്ചുകൂടി നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു കമ്പ് ഓടിച്ചുകൊണ്ട് വീട്ടിൽ വന്നേ. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാനത് പോയി അതിൻ്റെ വീഡിയോ എടുത്താണ്. അപ്പോൾ ചുറ്റുപാട് സുഗന്ധം പരത്തുന്ന പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ. യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് ചേരുന്ന പേരാണ് ഇതിനല്ലേ. ഓരോ ദിവസം മാറി മാറി കളർ വരും, അതുകൊണ്ടാണ് ഇതിന് ആ പേര്. ഇത് അതിൻ്റെ അടുത്ത് നിന്നും വേറെ മുല്ലപ്പൂവിൻ്റെ മൊട്ട് പോലെയുള്ള, കണ്ടോ, നല്ല രസമല്ലേ. ഇത് വിരിയുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മൊട്ട് പോലെ കണ്ടോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുത്തു. കണ്ടോ, എന്ത് രസമാണെന്നൊക്കെ. അതിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുക. താഴെ മുതൽ മുകളിൽ വരെയുണ്ട് ഇത് പൂവ്. ഇറുങ്ങ് പിടിച്ച്, എൻ്റെ നാട്ടിൽ പറയുമ്പോൾ ഇറുങ്ങ് പിടിച്ചെന്നാണ് പറയുന്നത്. വഴിയേരിയിൽ നിന്ന ചെടി കണ്ടോ. നമ്മളിത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നട്ട് പരിപാലിക്കുന്നതല്ലേ. ഇത് വഴിയോരത്ത് നിൽക്കുന്നതാണ്. ഓസ്ട്രേലിയ മക്കായി എന്ന സ്ഥലത്താണിത്, ക്വീൻസ്ലാൻഡിൽ. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയുണ്ടല്ലേ. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.